ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചൊല്ലിയിരുന്ന ഒരു തസ്ബീഹുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ പ്രിയങ്കരമായൊരു തസ്ബീഹു സഹ്റ എന്ന് മഹത്തുക്കളായ സ്വഹാബത്തും പിൻഗാമികളായ മുഴുവൻ മഹത്തുക്കളും ഏറ്റെടുത്ത് ചൊല്ലിയിരുന്ന മഹത്തായ ഒരു സ്വലാത്ത്. ഇമാം ബാഖിർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള എത്രയോ മഹത്തുക്കൾ അതിൻ്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ചില ഹദീസുകളും അതുപോലെ തന്നെ തസ്ബീഹു സഹ്റ ചൊല്ലിയാൽ കിട്ടുന്ന വമ്പൻ നേട്ടങ്ങളും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം. നമ്മളുടെ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാനും അതുപോലെ തന്നെ ആയിരക്കണക്കിന് സുന്നത്തായ നിസ്കാരങ്ങൾ പോലും നിസ്കരിച്ച പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ ഒരു തസ്ബീഹാണ്. കരളിൻ്റെ കഷ്ണമെന്ന് മുത്തുനബി തങ്ങൾ വിശേഷിപ്പിച്ച ഫാത്തിമ ബീവി ചൊല്ലിയതല്ലേ, വെറുതെ ആകൂലല്ലോ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ നിരന്തരം തസ്ബീഹുകളും സ്വലാത്തുകളും മദ്ഹുകളൊക്കെ ചൊല്ലുന്നവരാണില്ലേ. നമ്മൾ ചൊല്ലുന്ന ഒരു തസ്ബീഹാണ് സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് എന്നത് ഒരു തസ്ബീഹാണ്, തസ്ബീഹിൻ്റെ രൂപമാണ്. മറ്റൊരു തസ്ബീഹാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം ഇല്ലേ. ഇങ്ങനെ തുടങ്ങിയിട്ട് പല തസ്ബീഹുകളും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അത് മറ്റൊരു തസ്ബീഹിൻ്റെ രൂപമാണ്. ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ ഈ ദിക്റുകൾ ചൊല്ലാറുണ്ട്. എന്നാൽ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ചൊല്ലിയ ഒരു തസ്ബീഹുണ്ട്. ഫാത്തിമ ബീവി എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച മുത്തുനബി തങ്ങളുടെ പ്രിയങ്കരിയായ മകളാണ്. ആ ഫാത്തിമ ബീവി ചൊല്ലിയിരുന്ന ഒരു തസ്ബീഹ് ആരെങ്കിലും ഒരാൾ ഏറ്റെടുത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ സകല പാപങ്ങളും പൊറുക്കാൻ കാരണമായി തീരുമെന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിൽ ആ തസ്ബീഹിൻ്റെ പവർ എത്രയുണ്ടാവും, എത്ര മഹത്വം ഉണ്ടാവും അതിന്. ഞാനിതെൻ്റെ വകയായിട്ട് പറയല്ല, മഹാനായ ഇമാം ബാഖിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതായി കാണാം. മൻ സബ്ബഹ തസ്ബീഹ സഹ്റ അലൈഹിസ്സലാം, മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലിയിരുന്ന തസ്ബീഹു സഹ്റ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, ആ തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ സുമ്മസ്തഗ്ഫറ, പിന്നെ അതിനുശേഷം ഇസ്തിഗ്ഫാറും ചൊല്ലി അള്ളാഹുവിനോട് പാപം പൊറുക്കലിനെ തേടിയാൽ ഗുഫിറ ലഹു, ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും, അയാളുടെ പാപങ്ങളെ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ്. നോക്ക്, തസ്ബീഹു സഹ്റ ചൊല്ലിയ ശേഷം റബ്ബിനോട് പറയാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അള്ളാഹുവേ എനിക്ക് നീ മാപ്പ് നൽകണേ അല്ലാ എന്ന് ഒരാൾ പൊറുക്കൽ തേടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഗുഫിറ ലഹു, അയാളുടെ പാപങ്ങൾ മുഴുവൻ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കുന്നതാണ്. വഹിയ മിഅത്തുൻ ബിൽ ലിസാനി വ അൽഫുൻ ഫിൽ മീസാനി വ തത്റുദു ശൈത്താൻ വ റഹ്മാൻ. നോക്ക്, നിങ്ങൾ ഈ തസ്ബീഹു സഹ്റാഇൻ്റെ ശ്രേഷ്ഠത പറയുകയാണ്. നാവിൽ അത് 100 കണക്കിന് നന്മകൾ ദിക്റുകൾ ചൊല്ലിയതിൻ്റെ പ്രതിഫലം ലഭിക്കും. മീസാനിലെത്തുമ്പോഴേക്കും 1000കണക്കിന് തസ്ബീഹുൽ ചൊല്ലിയ 1000കണക്കിന് നന്മകൾ ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ടാകും. അതുപോലെ ഈ ശപിക്കപ്പെട്ട പിശാചിനെ നമ്മളിൽ നിന്നും മാറ്റി ഓടിക്കാനും അതുപോലെ യജമാനനായ റബ്ബിൻ്റെ പൊരുത്തം നമ്മളിലേക്ക് അടുപ്പിച്ചു തരാനും കാരണമായി തീരും. 4 വമ്പൻ നേട്ടങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പറയാം. ഒന്ന്, നാവുകളിൽ നമ്മൾ നാവ് കൊണ്ട് ചൊല്ലുന്ന ദിക്റുകൾ 100 കണക്കിന് ദിക്റുകൾ ചൊല്ലിയ പ്രതിഫലം ഈ ഒരു ചെറിയ തസ്ബീഹ് ഒറ്റത്തവണ ചൊല്ലിയാൽ തന്നെ ലഭിക്കും. ഒരു തവണ തന്നെ ഈ തസ്ബീഹ് ചൊല്ലിയാൽ 100 കണക്കിന് തസ്ബീഹ് ചൊല്ലിയ പ്രതിഫലം ലഭിക്കും. അതോടൊപ്പം തന്നെ പറയുകയാണ്, മീസാനിലേക്ക് എത്തുമ്പോൾ, നാളെ നമ്മുടെ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന മീസാനിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് 1000കണക്കിന് തസ്ബീഹുകൾ ചൊല്ലിയതിൻ്റെ പ്രതിഫലം ഈ ഒരൊറ്റ തസ്ബീഹിനുണ്ടാകുന്ന. ഇനി അതുപോലെ തന്നെ ശപിക്കപ്പെട്ട പിശാച് നമ്മളുടെ അടുക്കലേക്ക് വരുന്നതിനെ തൊട്ട് നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കും. അതിന് ഈ ഒരു ദിക്ർ സബബായി തീരും. അതുപോലെ 4മതായി യജമാനനായ റബ്ബിൻ്റെ പൊരുത്തം നമ്മളിലേക്ക് ലഭിക്കും. അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടുക, റബ്ബിൻ്റെ തൃപ്തി ലഭിക്കുക. നമ്മൾ എന്ത് ചെയ്താലും അള്ളാഹുവിൻ്റെ പൊരുത്തം ഉണ്ട് എങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ റാഹത്തും സന്തോഷം ഉണ്ടാകും. ഇത് മഹാനായ ഇമാം ബാഖിർ തങ്ങൾ പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്നഹു സുഇല അൻ ഖൗലില്ലാഹി അസ്സ വജല്ല ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ. ഈ ദിക്റൻ കസീറ, ഒരുപാട് ദിക്റുകൾ ചൊല്ലണേ എന്ന്, അള്ളാഹുവിനെ ഒരുപാട് ദിക്റുകൾ കൊണ്ട് ഇങ്ങനെ സ്മരിച്ചു കൊണ്ടിരിക്കണേ എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി ചോദ്യം ഇതാണ്, മാ ഹാദ ദിക്റുൽ കസീർ, എന്താണ് ഈ ദിക്റുൽ കസീർ, ഒരുപാട് ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്,
ഒരുപാട് ദിക്ർ ചൊല്ലണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ചോദ്യത്തിന് മറുപടി അവിടുന്ന് മറുപടി പറഞ്ഞത് മൻ സബ്ബഹ തസ്ബീഹ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഫഖദ് ദക്കറല്ലാഹ ദിക്റൽ കസീർ. നമുക്ക് ആരെങ്കിലും ഒരാൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അതായത് തൻ്റെ മകളാകുന്ന മുത്തുനബി തങ്ങളുടെ പ്രിയങ്കരിയായ മകൾ ബീവി ഫാത്തിമ ചൊല്ലുന്ന തസ്ബീഹ് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ, ആ തസ്ബീഹിൽ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ അവർ ദിക്റുൻ കസീർ ചൊല്ലിയ ആളുകളാണ് എന്ന്. ഒരുപാട് ദിക്ർ ചൊല്ലിയവരുടെ പ്രതിഫലം ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്നെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ തസ്ബീഹ് സഹറ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടമാണ്. ഇനിയും എടുത്തു പറയണം മഹാന്മാരായ സ്വഹാബത്ത്, അവിടുത്തെ പിൽക്കാലത്ത് വന്ന താബിഈങ്ങളും ഒക്കെ പറയുകയാണ്, ഇന്നാ നഅ്മുറു സിബിയാനിന, ഞങ്ങളുടെ മക്കളോട് കൽപ്പിക്കുമായിരുന്നു, ഞങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു ബി തസ്ബീഹു സഹ്റാ, തസ്ബീഹു സഹ്റാ ചൊല്ലാൻ ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾ കൽപ്പിക്കുമായിരുന്നു എന്ന് മഹത്തുക്കളായ ഇമാമിങ്ങൾ പറയുകയാണ്. ഏതുപോലെ കമാ നഅ്മുറുഹും ബിസ്സലാത്തി, നിസ്കരിക്കാൻ എങ്ങനെയാണോ ഞങ്ങൾ കൽപ്പിക്കുന്നത് അതുപോലെ നിങ്ങൾ തസ്ബീഹു സഹ്റാ ചൊല്ലണേ എന്ന് ഞങ്ങളുടെ മക്കളോട് ഞങ്ങൾ കൽപ്പിക്കാറുണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങളുടെ മക്കൾ അത് പതിവാക്കാറുണ്ടായിരുന്നു എന്ന് മഹത്തുക്കൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ അത്രയും ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ഒരു ദിക്റാണ്. ഇനി ഈ ദിക്ർ ചൊല്ലിയാൽ കിട്ടുന്ന മറ്റ് ചില നേട്ടങ്ങൾ കൂടി പറഞ്ഞുതരാം. ആരെങ്കിലും ഒരാൾ സബ്ബഹ ബി തസ്ബീഹ് സഹ്റ, ആരെങ്കിലും ഒരാൾ ഈ തസ്ബീഹു സഹ്റ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയിരുന്ന ഈ തസ്ബീഹ് ആരെങ്കിലും ചൊല്ലി എപ്പോൾ അയാളുടെ ഫർള് നിസ്കാരത്തിൽ നിന്നും സലാം വീട്ടിയ ശേഷം ആ ഫർളിൽ നിന്നും കാലനക്കുന്നതിന് മുമ്പായിട്ട്, അതായത് നമ്മൾ തിരിഞ്ഞിരിക്കുന്നതിന് മുമ്പായിട്ട് അതേ ഇരുത്തം ഇരുന്നു കൊണ്ട് ആരെങ്കിലും ഒരാൾ ഈ ഒരു തസ്ബീഹു സഹ്റ ചൊല്ലിക്കഴിഞ്ഞാൽ ഗുഫിറ ലഹു, അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഒന്നാമത്തെ നേട്ടം, അദ്ദേഹത്തിൻ്റെ പാപങ്ങളെ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കും. വജബത്ത് ലഹുൽ ജന്ന, ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ വാജിബാക്കി കൊടുക്കുകയും ചെയ്യും. സ്വർഗ്ഗം അയാൾക്ക് നിർബന്ധമാവും, അതായത് അയാൾ നരകത്തിൽ പോവുകയില്ല. നമുക്ക് ഫർള് നിസ്കരിച്ച ശേഷം അതേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും ഒരാൾ ഈ ഒരു തസ്ബീഹു സഹ്റ ചൊല്ലിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പാപങ്ങൾ പൊറുക്കും എന്ന് മാത്രമല്ല വജബത്ത് ലഹുൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായും ലഭിക്കുന്നതാണ് എന്ന് ഒരു സംശയവും അതിലില്ല. സ്വർഗം ലഭിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഉറപ്പായും കൊടുക്കുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം കരസ്ഥമാകുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മയൊക്കെ ചേർത്ത് വരുമാറാകട്ടെ. ഇനി ഒരാൾ എല്ലാ നിസ്കാരശേഷവും ഈ ഒരു തസ്ബീഹു സഹ്റ ചൊല്ലാൻ ഒരാൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തസ്ബീഹു ഫാത്തിമത്തി സഹ്റ ഫീ കുല്ലി യൗമിൻ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരശേഷവും എല്ലാ ദിവസവും ഒരാൾ തസ്ബീഹു സഹ്റ പതിവാക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ ചൊല്ലൽ അത് അഹബ്ബു ഇലയ്യ മിൻ സ്വലാത്തി അൽഫി റക്അത്തിൻ ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും 1000 റക്അത്തുകൾ നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് മഹബ്ബത്ത് പ്രിയങ്കരം അതാണ് എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ പറയുക. നോക്കുക, ആരെങ്കിലും ഒരാൾ തസ്ബീഹു സഹ്റ എല്ലാ ദിവസവും എല്ലാ നിസ്കാരശേഷവും പതിവാക്കുകയാണ് എങ്കിൽ 1000 റക്അത്തുകൾ എല്ലാ ദിവസവും നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ മഹത്തായ തസ്ബീഹാണ്. ഇനി എങ്ങനെയാണ് ഈ തസ്ബീഹു സഹ്റ ചൊല്ലേണ്ടത്? തസ്ബീഹു സഹ്റാൻ്റെ കുറച്ച് ശ്രേഷ്ഠതകളാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി ചൊല്ലേണ്ട രൂപം കൂടി പറഞ്ഞുതരാം. എങ്ങനെയാണ് ചൊല്ലേണ്ടത്? അപ്പോൾ കൈഫിയത്തുഹു, ഇതിൻ്റെ കൈഫിയത്ത് ചൊല്ലേണ്ട രൂപം പറഞ്ഞു തരുന്നുണ്ട്. ഹിയൽ ബസ്മലത്തു സുമ്മ അർബഅത്തുൻ വ സലാസീന മറത്തൻ അല്ലാഹു അക്ബർ സുമ്മ സലാസത്തുൻ വ സലാസീന മറത്തൻ അൽഹംദുലില്ലാ സുമ്മ സലാസത്തുൻ വ സലാസീന മറത്തൻ സുബ്ഹാനല്ലാഹ് സുമ്മ മറത്തൻ വാഹിദ ലാ ഇലാഹ ഇല്ലല്ലാഹ്. 5 കൂട്ടം കാര്യങ്ങൾ, 5 ദിക്റുകളാണ് ചൊല്ലേണ്ടത്. അതിൽ ആദ്യമായി ബിസ്മി ചൊല്ലണം. ബിസ്മി ഒരു തവണ ചൊല്ലിയ ശേഷം 34 തവണ അല്ലാഹു അക്ബർ ചൊല്ലണം. 34 തവണ അല്ലാഹു അക്ബർ ചൊല്ലണം. അതിനുശേഷം സലാസത്തും വ സലാസീന മറത്തൻ അൽഹംദുലില്ലാ, 33 തവണ അൽഹംദുലില്ലാ ചൊല്ലണം. അതിനുശേഷം സലാസത്തും വ സലാസീന മറത്തൻ സുബ്ഹാനല്ലാഹ്, നാലാമതായി 33 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലണം. അതിനുശേഷം മറത്തൻ വാഹിദത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. നമ്മൾ സാധാരണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ഇങ്ങനെയാണ് ചൊല്ലൽ. എന്നാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തസ്ബീഹു സഹ്റ അവർ ചൊല്ലിയിരുന്ന നേരെ തിരിച്ചാണ്. ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയ ശേഷം അല്ലാഹു അക്ബർ 34, അൽഹംദുലില്ലാ 33, സുബ്ഹാനല്ലാഹ് 33, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തവണ. ഇങ്ങനെ 5
ദിക്റുകളുടെ ഒരു കൂട്ടമാണ് ഈ ഒരു തസ്ബീഹു സഹ്റ എന്ന് പറഞ്ഞാൽ. ഇത് ചൊല്ലണം. ഇത് മഹാനായ അബി അബ്ദുല്ലാഹി സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എങ്ങനെയാണ് വമാ തസ്ബീഹു ഫാത്തിമ, എങ്ങനെയായിരുന്നു ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ തസ്ബീഹ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ തന്നെയാണ്. തകബ്ബറല്ലാഹു അർബഅൻ വസലാസീന വതഹമ്മദല്ലാഹു സലാസൻ വസലാസീന വതസബ്ബഹല്ലാഹു സലാസൻ വസലാസീന തമാമൽ മിഅ. അങ്ങനെ എന്ത് ചെയ്തു, മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹുവിന് ആദ്യം അല്ലാഹു അക്ബർ, പിന്നെ അൽഹംദുലില്ലാഹ്, പിന്നെ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയാണ് ചൊല്ലിയിരുന്നത് എന്നുള്ള രൂപം മഹാനായ അബി അബ്ദുല്ലാഹി സ്വാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് മഹത്തുക്കളെമ്പാടും ഇതിൻ്റെ മഹത്വം വിശദീകരിച്ചതായി കാണാം. ആരെങ്കിലും ഒരാൾ ഇത് പതിവാക്കുകയാണെങ്കിൽ അയാൾ നരകം ഹറാമായ വ്യക്തികളിൽ പെട്ടവരായി തീരും. അതായത് നരകത്തിലേക്ക് അയാൾ കടക്കുകയില്ല, സ്വർഗാവകാശിയായി തീരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. ഫാത്തിമ ബീവി അവിടുന്ന് ചെയ്തതൊന്നും പാഴായിട്ടില്ല. ഫാത്തിമ ബീവി സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്തിട്ടില്ല. മുത്തുനബി തങ്ങളിൽ നിന്ന് കേട്ടതും അവിടുന്ന് പഠിച്ചതും മാത്രമാണ് അവിടുത്തെ ജീവിതത്തിൽ പതിവാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ, ഈ അറിവിൻ്റെ പിന്നിൽ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയല്ലേ. ആ മുത്തുനബി തങ്ങളിൽ നിന്ന് കണ്ടതല്ലേ അവിടുന്ന് പകർന്നു തന്നത്. അതുകൊണ്ട് തന്നെ അതിന് ബർക്കത്തുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, മഹത്വമുണ്ട്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അപ്പോൾ നിരന്തരം കൊണ്ടു നടക്കാൻ ശ്രമിക്കുക. ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വലിയ മൻഫഅത്തുകൾ കിട്ടുന്ന, വലിയ ഉയർച്ച ലഭിക്കാൻ കാരണമായി തീർന്ന മഹത്തായ തസ്ബീഹാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകട്ടെ. ബീവി ഫാത്തിമ തങ്ങളോടൊപ്പം നാളെ പരിശുദ്ധ സ്വർഗ്ഗത്തിൽ ഹബീബായ നബി തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വീഡിയോ മുഴുവനായി കേട്ടവർ കമൻറ്റായി അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാ റബ്ബി ബിൽ മുസ്തഫ بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم.